77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് കർത്തവ്യപഥ് സാക്ഷ്യം വഹിച്ചു. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം പ്രമേയമായ പരേഡിൽ ഇത്തവണ കേരളത്തിന്റെ നിശ്ചല ദൃശ്യവും അണിനിരന്നു. ഓപ്പറേഷൻ സിന്ദൂർ വിജയം ഓർമ്മിപ്പിക്കുന്ന വ്യോമസേനയുടെ ഫോർമേഷൻ ഫ്ലൈ പാസ്റ്റ് പരേഡിന്റെ മാറ്റുകൂട്ടി. രാവിലെ 9:50 ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവികളും ചേർന്ന് സ്വീകരിച്ചു. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച സൈനികർക്ക് അഭിവാദ്യമർപ്പിച്ച പ്രധാനമന്ത്രി കർത്തവ്യപഥിലേക്ക്. കർത്തവ്യപഥിലെ വേദിയിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും പ്രത്യേക അതിഥികളായ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്സൺ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. It's always a proud moment for each and every one of us when we welcome our foreign friends, our foreign dignitaries. ദേശീയ പതാകയെ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്തതോടെ പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കം. കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങൾ, ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, അർദ്ധസൈനിക വിഭാഗങ്ങൾ അടക്കമുള്ളവർ പരേഡിൽ അണിനിരന്നു. കേരളത്തിൻ്റെതടക്കം 30 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിനെ വർണ്ണാഭമാക്കി. ആത്മനിർഭര ഇന്ത്യക്കായി ആത്മനിർഭര കേരളം എന്ന ആശയത്തിൽ വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും ഉൾപ്പെടുത്തിയതാണ് കേരളത്തിന്റെ നിശ്ചല ദൃശ്യം. ग्रामीण परिवेश में डिजिटल साक्षरता की ब्रांड एम्बेसडर श्रीमती सरसू को स्मार्टफोन और लैपटॉप पर काम करते हुए देखा जा सकता है. झांकी में वाटर मेट्रो नाव है. തുടർന്ന് 2500-ലേറെ കലാകാരന്മാർ കർത്തവ്യപഥിൽ ദൃശ്യവിസ്മയമൊരുക്കി. ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തെ അനുസ്മരിപ്പിക്കുന്ന വ്യോമസേനയുടെ സിന്ദൂർ ഫോർമേഷൻ ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ ആകർഷണമായി. രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പൈതൃകത്തിന്റെ കരുത്തും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ കുതിപ്പും ഒരുപോലെ സമ്മേളിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മാഭിമാനവും ആത്മവിശ്വാസവും വാനോളം ഉയർത്തുന്നതാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.